ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒന്ന് വലയിട്ട് നോക്കാം. എല്ലാവരും വലയിടുന്നുണ്ട്, നമുക്കും ഒന്ന് വലയിട്ട് നോക്കാം. വെള്ളം നല്ല വരവുണ്ട്, വെള്ളം നല്ല കൂടുതലുമാണ്. നമുക്ക് ഒന്ന് വലയിട്ട് നോക്കാം, എല്ലാം കിട്ടുമെന്ന് നോക്കാം. വാ, വലയൊക്കെ നമ്മളെടുത്ത് വള്ളത്തെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയാൽ മതി. നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നിന്ന് തന്നെയാണ് നമ്മൾ വല ഒഴുക്കാൻ പോകുന്നത്. ഇത് 6 അക്കരെ ഇക്കരയാണ്, ക്രോസ് ചെയ്യുകയാണ് വല ഇടുമ്പോൾ നമ്മളിപ്പോൾ ഒഴുക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് 2 പേര് വേണം വല ഇടാൻ. അപ്പോൾ നമ്മളിവിടുന്ന് വല ഇട്ട് അക്കരെ ചെന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വല ഇടാൻ തുടങ്ങുക. തിരിഞ്ഞിരിക്കുന്നത് ഉണ്ടോ? ഇങ്ങനെ നമ്മൾ നേരെ അക്കരയോട്ട് ക്രോസ് ചെയ്യുകയാണ്. ശരി, ബാക്കി അക്കരെ ചെന്നിട്ട് കാണാം. അതിങ്ങനെ കുടഞ്ഞിട്ടാലേ നിവർന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒഴുക്കുള്ളത് കൊണ്ട് അത് കൂടി തന്നെ അടിയിലോട്ട് പോകത്തുള്ളൂ. അതിലിട്ട് തീരുക. ഇട്ട് തീർന്നു. ഇനിയപ്പോട്ട് ഒഴുക്കുക. നമ്മളീ വലയിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് ആ ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ വലിക്കും. ആ മരം നിൽക്കുന്നവൻ്റെ അവിടെ. കാര്യം അതിൻ്റെ താഴോട്ട് ഉടക്കാണ്. നല്ല വെയിലുമാണ്. അതിൻ്റെ വല വലിക്കേണ്ട സ്ഥലമായിരിക്കുകയാണ്. ഏതായാലും ശകലം കൂടെ പോട്ടെ. വലിച്ചേക്കാം. കാര്യം ഇതിൻ്റെ താഴോട്ട് ഉടക്കുണ്ട്. നമ്മൾ കൂടുതൽ പരീക്ഷണത്തിന് പോയ വല ഉടക്കിയ ഇരട്ടിപ്പണി. പണിയല്ല, വല മൊത്തം കീറിപ്പോവും. വല വലിക്കുമ്പോഴും ഇതിൻ്റെ പക്ക് കിട്ടാൻ 2 പേര് വേണം. ഇതിനകത്ത് മീനൊന്നും കണ്ടില്ലല്ലോ. ആദ്യത്തെ തൂളി. മാർക്കുണ്ട്. രണ്ടാമത്തായി. സാധാരണ ഇങ്ങനെ കടക്കവെള്ളം വരുമ്പം ഇഷ്ടംപോലെ മീൻ കിട്ടുന്നതാണ്. എന്തോന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വിട്ട് തൂളി കിടന്ന് നല്ല പരിപാടിയാണ്.
രണ്ട് തുള്ളിയേ ഉള്ളൂ, വേറെ തുള്ളിയൊന്നും കാണുന്നില്ല. ഈ ചപ്പ രണ്ട് മീനേ ഉള്ളൂ. നമ്മൾ വല ഇട്ടപ്പോൾ മീനൊന്നും വന്നിട്ടില്ല, അതാണ് എൻ്റെ കാര്യം. ഈ വല 2 തൂളിയേ കിട്ടിയുള്ളൂ. വലയിടൽ നിർത്തുന്നില്ല, ഇനിയും വലയിടുകയാണ്. നമുക്ക് വീട്ടിലോട്ട് പോവാം. ഈ വലയിൽ ഉടക്കുണ്ട്, ആ ഉടക്കം എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വലയിടാം. നമ്മൾ വീണ്ടും വലയിടാൻ പോവാണ്. കരക്കൂടൊരു എഞ്ചിൻ വെച്ച വെള്ളം പോകുന്നുണ്ട്, അതിൻ്റെ സ്ഥിരമാണ്, ഭയങ്കര സ്ഥിരമാണ്. അടുത്ത വല ഒരു വല നമ്മൾ അടുത്ത ഇടാൻ പോവാണ്. ഈ ഓളം പോയി കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഇത് എറമ്പിലായിപ്പോയി അതുപോലെ നമ്മൾ ഒരു ഓളമാണ് ആ ബോട്ട് ആ വെള്ളം പോയതിൻ്റെ. ചെറിയ ഓളമുണ്ട്, നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ ശരിയാകത്തില്ല. നല്ല ഒഴുക്കാണ്, അതാണ് ചെറിയ ഉടക്കം, നമ്മുടെ കണ്ണി കാണാത്ത ഉടക്കം. പൊയ്യപ്പിടി എഴുന്നേറ്റ് വയ്ക്കാത്തതാണ്, കുറഞ്ഞിടാൻ ഒക്കുന്നില്ല. ഇപ്പോൾ ഓളമുണ്ട്, ചെറിയ ഓളമുണ്ട്, ആ ഓളത്തിന് നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ ബാലൻസ് കിട്ടത്തില്ല. ഉണ്ടോ ഈ മറിവുണ്ട്, മറിവാണ് വിഷയം. നടക്കുന്നു. ഈ ഒഴുക്കിന് കറക്റ്റായിട്ട് 2 പേര് വലയിടുകയാണെങ്കിൽ കറക്റ്റ് വലയിടാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ വല വലിക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വല വലിക്കാറായിരിക്കുകയാണ്, വല വലിക്കാം. വലയിൽ ഊരിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഒരു മീനുണ്ടായിരുന്നു, അത് ഊരിപ്പോയി. ചെറിയ മീൻ വരികയാണെങ്കിൽ അത് ഊരിപ്പോവും. അടുത്തത് വന്നു. കിട്ടി.
ഇവിടൊക്കെ കുപ്പിച്ചില്ല, കുപ്പിച്ചില്ലാണ്, ട്യൂബ് കൂട്ടിയതാ. ഇത് കുറുവായ. ഇരുന്നുണ്ട്. എടുക്കാം. വല ഉടക്കാനുള്ള പ്ലാനുണ്ട്. അതാണ് നമ്മൾ സ്പീഡ് വലിക്കുക. പോയി. അത്ര സ്പീഡ് വലിച്ചതുകൊണ്ടാണ് അത്. ഈ അറമ്പിക്കൂടാണ് അഴുക്ക് ചപ്പ് വരുന്നത്. നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യത്തെ വലയ്ക്ക് തീരെ മീൻ കുറവായിരുന്നു, 2 പുളിയെ കിട്ടിയുള്ളൂ. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇക്കരെയുള്ള വീട്ടിൽ നമ്മൾ വല ഇടാൻ തുടങ്ങിയപ്പോഴേ മീനുണ്ടോയെന്ന് ചോദിച്ച് നമ്മൾ മീൻ കൊടുക്കാമെന്നും പറഞ്ഞു. നമ്മൾ രണ്ടാമത്തെ വലയ്ക്ക് നമുക്ക് ആവശ്യം പോലെ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ, മീൻ കൊടുക്കാം. മീൻ മേടിക്കാൻ വന്ന ആളാണ് ആ ബക്കറ്റിൽ നിന്ന് മാറ്റി. ഇതോ കുപ്പിച്ചില്ല് കിട്ടിയതാ, കണ്ടോ. ബക്കറ്റിൽ നിന്ന് മാറ്റി. മുഴുത്ത തുളിയാ. കണ്ടോ. എണ്ണ അവർക്ക് ആവശ്യമുള്ള പ്രായോ ഇങ്ങോട്ട് കാണിച്ച്. അമ്മ വരുന്നില്ലേ? ഒരെണ്ണം കൂടി ഇട്ടു, ഒരെണ്ണം കൂടി ഇട്ടു. നമുക്കൊരു വലയുടെ നീട്ടാം. ആ അത് തന്നാ മതി.
അപ്പോൾ നമ്മൾ കിട്ടിയ മീൻ കൊടുത്ത് നമ്മളെ ഇപ്പോൾ കിട്ടിയ ഇനിയിപ്പോൾ നമുക്ക് ഒരു കുറുവായും ഒരു തൂളിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളൊരു വലയുടെ നീട്ടുന്നുണ്ട് നമുക്ക് കയറി വെക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടർച്ചയായിട്ട് വല ഇടുകയാണ്. നമ്മൾ കിട്ടിയ മീനിപ്പം കൊടുത്തു. ഇനിയിപ്പം അടുത്ത വല നമ്മൾ ഇടാൻ പോവുകയാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വർത്താനം പറഞ്ഞത് വല അങ്ങ് പടിഞ്ഞാറ് പോയി. മിക്കവാറും ഈ വല നമുക്ക് ഉടക്കാൻ ചാൻസാണ്. ഓ, തൂളി വരുന്നുണ്ട്. ഇനിയുണ്ട്, പക്ഷെ ഈ ചെറുതാണ്, ഇതുകൊണ്ട് വലയുടെ കണ്ണിക്കകത്ത് നിന്ന് ഇറങ്ങി പോവുക. പോയി ഇനി വരുന്നുണ്ട്. പലാങ്കണ്ണി ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ പേര് പോലും ഇപ്പം മറന്നു, പലാങ്കണ്ണി എന്നുള്ള പേരായി. അതും വലങ്കണ്ണിയാണ്, അതും വലങ്കണ്ണിയാണ്. അതുകൊണ്ടോ വലങ്കണ്ണിയെ പിടിച്ചപ്പം അത് ചടച്ചപ്പം ക്യാമറയെ വെള്ളം വീണു, അത് തുടക്കുകയായിരുന്നു. ഭയങ്കര കൂടിയാണ്. വലിച്ചു തീർന്നു. ആ തൂളി ഒരു മുഴുത്ത പെരുത്ത തൂളിയായി. വലിയ പരിക്കില്ലാതെ ഇവനെ നമുക്ക് വിടാം. അതിനെ വിടാനൊരുങ്ങുമ്പോൾ അതിന് ഇതിനകത്തൊരു പെരുത്ത തൂളി ഉണ്ടായിരുന്നു, അത് വലയിൽ നിന്ന് ചാടിപ്പോയതാ. പിന്നെ പിടിച്ച ആ പടിക്കടിയിൽ അതിനായിട്ട്. ഓക്കെ, നമ്മളിങ്ങോട്ട് വലയിട്ട് ഇങ്ങോട്ട് പോരും. നമ്മുടെ മുരളി സാറ് ലോലാമ്മയുടെ ആങ്ങളെയാ. പുള്ളിക്ക് 3-4 മീൻ വേണം, അത് കൊടുക്കാൻ വരുന്നതാണ്. അവിടെ ചെന്ന് അങ്ങനെ ഇട്ട ഇത് ജീവനോടെ കിടക്കുന്നു, ചാടിപ്പോകത്തില്ല. പുള്ളിക്ക് 2-3 മീനെ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. വലയിടയിൽ നിർത്തുന്നില്ല, ഇനി നമ്മൾ വലയിടും. ഓക്കെ.